സുധിച്ചേട്ടൻ നിങ്ങളിപ്പോൾ ചെയ്യണതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണോ എന്നൊക്കെ ഇരിക്കണത്. ഡു യു റിയലി തിങ്ക് ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ ടു ആസ്ക് സമ്മൺ? ഞാൻ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നൈസ് ആണോ അല്ലെങ്കിൽ നൈസ് അല്ലയോ എന്നുള്ളത് രേണുസുതിയാണ് അപ്പൊ പറയുന്നത്. ശാരിക സ്റ്റോപ്പ്. പക്ഷെ ഷീസ് ഓക്കെ വിത്ത് ദാറ്റ്. ഷീ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. താങ്കളുടെ പേഷ്യന്റ് ആണോ രേണുസുതി? അതിപ്പോ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ട്. രേണുസുതി എന്റെ പേഷ്യന്റ്. ഈ രേണുസുതിയും മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ അവതാരകയായിട്ടുള്ള ശാരികയും തമ്മിലുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശാരിക ഹോസ്റ്റ് ചെയ്യുന്ന ഹോട്ട് സീറ്റ് എന്ന പരിപാടിയിലേക്ക് രേണു വരുന്നത്. ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ വൈറലായി മാറിയിരുന്നു. വൈറലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശാരികയുടെ അവതരണം തന്നെയായിരുന്നു. വളരെ മോശം രീതിയിലായിരുന്നു ശാരിക അന്ന് രേണുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. മോശം എന്ന് പറഞ്ഞാൽ എല്ലാ അതിരുകളും കടന്ന് രേണുവിനെ വ്യക്തിഹത്യ ചെയ്യുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശാരികയുടെ എല്ലാ ചോദ്യങ്ങളെയും രേണു വളരെ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ രേണുവിന് മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ ഒരുപാട് നെഗറ്റീവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രേണുവിന് ഈ ഒരൊറ്റ ഇന്റർവ്യൂ കഴിഞ്ഞതോടെ എല്ലാം പോസിറ്റീവായി മാറി എന്നുള്ളതാണ്. അതുവരെ രേണു എന്ത് ചെയ്താലും വിവാദമായി മാറിയിരുന്നു. എന്നാൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞതോടെ രേണുവിന് ഒടുക്കത്തെ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി. ഈ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സ് മുഴുവനും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ശാരിക ആണെങ്കിൽ ഓൾറെഡി ആളുകൾക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇന്റർവ്യൂ കഴിഞ്ഞതോടെ എല്ലാവരും ശാരികയെ കൂടുതൽ വെറുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കമന്റ് ബോക്സ് മുഴുവനും ശാരികക്ക് എതിരായിരുന്നു. എല്ലാവരും തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിയ ശാരിക എന്താക്കി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. ഹോട്ട് സീറ്റ് എന്നാണ് പരിപാടിയുടെ പേര്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുക. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് എന്നൊക്കെയാണ് ശാരിക പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ശാരിക പറഞ്ഞു. അതായത് രേണുസുതിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ താൻ ചോദിച്ചതെന്നാണ് ശാരിക പറയുന്നത്. അതായത് ഒരു സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ ആണ് നടന്നത് എന്നർത്ഥം. പക്ഷെ രേണു അതിനെ കുറിച്ച് പ്രതികരണം ഒന്നും നടത്തിയിരുന്നില്ല. ആ ഇന്റർവ്യൂ ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, നമുക്കറിയില്ല. ഇനിയിപ്പോ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ കൂടിയും ശാരികയുടെ പല ചോദ്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. എന്തായാലും സംഭവം മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആഗ്രഹിച്ച പോലെ തന്നെ വൈറലായിട്ട് മാറി. നല്ല റീച്ച് കിട്ടി. എന്നാൽ പിന്നെ അതിന് ചുവട് പിടിച്ച് 1-2 പ്രോഗ്രാമുകൾ ചെയ്യാമെന്ന് അവരങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് ശാരികയെ ഹോട്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് അവർ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയുമായി മൈൽസ്റ്റോൺ മേക്കേഴ്സ് വരുന്നത്. അതെ, അങ്ങനെ ഒരു പരിപാടി നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരെയും ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി അപമാനിച്ചു വിടുന്ന ശാരിക തന്നെ ഇത്തവണ ഹോട്ട് സീറ്റിൽ എത്തിയിരിക്കുകയാണ്. ശാരികയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗായത്രി മേനോനാണ്. എന്തായാലും നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടിയിൽ നമ്മൾ തന്നെ ഗസ്റ്റ് ആയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ ശാരികയുടെ ഒരു റേഞ്ചുകളൊന്നും ആലോചിച്ചു ഒന്നും പറയാനില്ല. സംഭവം ഈ ഇന്റർവ്യൂ സ്ക്രിപ്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ശാരികയുടെ ആ പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. അപ്പൊ സമയം കളയാതെ നമുക്ക് ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങൾ കണ്ട് തിരിച്ചു വരാം. ഞാൻ ചോദിക്കുന്നത്, ശാരിക പറയുന്നത് ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താണ്? ഞാനെന്ത് പറയാനാ? ഇല്ല, ശാരിക പറഞ്ഞില്ലേ ഇത് ഹോട്ട് സീറ്റ് ആണ്, ഓഡിയൻസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ ഷോ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അത് കണ്ട ആൾക്കാർ ഏതാണ്ട് 15 ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൽ എന്നെ തെറിവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് 9K ആൾക്കാരുള്ളൂ. അതിന് 9,000 പേരേ ഉള്ളൂ. ബാക്കി ഏതാണ്ട് 12 ലക്ഷം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇല്ലെങ്കിൽ 12-13 ലക്ഷം തെറി അതിനകത്ത് വരണ്ടേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഈ ഷോയുടെ ഒരു സെനാരിയോ മനസ്സിലാക്കുന്നില്ല, അതിലൊരു ക്യാരക്ടർ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അങ്ങനെയാണല്ലേ, ഇന്റർവ്യൂ കണ്ടവർക്കാണ് ഇപ്പൊ പ്രശ്നം, അല്ലാതെ ശാരികക്കല്ല. എന്തായാലും പറഞ്ഞു നന്നായി. എന്നാലും തനിക്കെതിരെ വന്ന കമന്റുകളൊക്കെ എന്നെ നോക്കാൻ കാണിച്ചാൽ മനസ്സിൽ നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ആകെ 9,000 പേര് എങ്ങാണ്ട് ഈ ഇന്റർവ്യൂക്ക് കമന്റ് ചെയ്തിട്ടുള്ളൂ. അത് മുഴുവനും ശാരികക്കെതിരായിരുന്നു എന്നുള്ളതാണ്. അതിനും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ കമന്റ് ഒന്നും ചെയ്യാത്ത ബാക്കി വ്യൂവേഴ്സ് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്നുള്ള ശാരികയുടെ കണ്ടെത്തലുകളാണ്. കമന്റ് ചെയ്യാത്ത 12 ലക്ഷത്തോളം പേര് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ശാരിക പറഞ്ഞത്. സ്വയം പറഞ്ഞ് ആശ്വസിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടല്ലേ? ശാരികക്ക് അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ഞാൻ കൂടുതലും അതിലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും ഈ പറയപ്പെടുന്ന ഈ എന്നെ തെറിവിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഒരിക്കൽ പോലും ഈ ഇന്റർവ്യൂവിന് മുൻപ് രേണുസുതിയെ ഒരിക്കലും പോഴ്ത്തിയിട്ടില്ല. അവരുടെ കഴിവുകളെ കുറിച്ച് വാദോരാതെ സംസാരിച്ചിട്ടില്ല. അവർ ചോദിച്ച അതേ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് ഞാൻ ഹോട്ട് സീറ്റിന്റെ രീതിയിൽ രേണുവിനോട് ചോദിച്ചു. പക്ഷേ എന്നിട്ട് ആൾക്കാർ ഇപ്പൊ മറുകണ്ഠം ചാടി പലകണ്ഠം ചാടി നടക്കുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവരെയാണ് നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നന്മ പറഞ്ഞ ആൾക്കാരല്ല എന്നെ ഈ ചീത്ത പറഞ്ഞ് മെഴുകുന്നത്. ശാരിക ഇന്റർവ്യൂവിൽ ഉടനീളം പൊക്കി പിടിച്ച് നടന്നൊരു വാദമായിരുന്നു. അതായത് രേണുസുതിയുടെ പല വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ വന്ന് ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ താനും അവരോട് ചോദിച്ചിട്ടുള്ളൂ എന്നാണ് ശാരിക പറയുന്നത്. ആളുകൾക്ക് എന്തും ആവാം, രേണുവിനെ കളിയാക്കാം, വ്യക്തിഹത്യ ചെയ്യാം. എന്നാൽ അതേ കാര്യം താൻ ചെയ്തപ്പോൾ എല്ലാരും കൂടി തന്നെ പിടിച്ചേറി കയറ്റി എന്നാണ് ശാരിക പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോദ്യങ്ങളൊന്നും ഇല്ലേ? നിങ്ങളൊരു അവതാരികയല്ലേ? ജനങ്ങൾ കമന്റ് ബോക്സിൽ ഛർദ്ദിച്ച് വെക്കുന്ന വൃത്തികെട്ട ചോദ്യങ്ങൾ അതിനേക്കാളും വൃത്തികെട്ട രീതിയിൽ ചോദിക്കാനാണോ നിങ്ങൾ അവതാരികയായിട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സ് കൊണ്ടിരുത്തിയിരിക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിലപാടൊന്നും ഇല്ലേ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഇതെന്താണെന്ന് അറിയോ? കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടപ്പോ എല്ലാം കൂടി ജനങ്ങളുടെ മണ്ടക്കിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. സ്വന്തമായിട്ട് ചോദ്യങ്ങളും ഇല്ല, നിലപാടുകളും ഇല്ല, എന്നിട്ട് കുറ്റം മുഴുവൻ ജനങ്ങളുടെ തലയിലും. എന്തായാലും കൊള്ളാം, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഹസ്ബൻഡ് ഇപ്പൊ സുധിച്ചേട്ടൻ നിങ്ങളിപ്പോ ചെയ്യണതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണോ എന്നൊക്കെ ഇരിക്കണത്. ഡു യു റിയലി തിങ്ക് ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ ടു ആസ്ക് സമ്മൺ?
ഞാൻ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നൈസ് ആണോ അല്ലെങ്കിൽ നൈസ് അല്ലയോ എന്നുള്ളത് രേണുസുതിയാണ് അപ്പൊ പറയുന്നത്. ശാരിക സ്റ്റോപ്പ്. ഓഹോ, അപ്പൊ ഷോ ഡിമാൻഡ് ചെയ്യുന്നു വെച്ച് എന്ത് തോന്നിയവാസവും ചോദിക്കാൻ താൻ മടിക്കില്ല എന്നാണ് ശാരിക പറഞ്ഞു വെക്കുന്നത് അല്ലെ? അതിഥിയായിട്ടുള്ള ആളുകൾ നിർത്താൻ പറയുന്നത് വരെയും ഇതേപോലുള്ള വേസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പറ്റുന്നില്ലെങ്കിൽ അതിഥി അത് തുറന്നു പറയട്ടെ. അല്ലാതെ ശാരികയുടെ ഭാഗത്തൊന്നും യാതൊരു മര്യാദയും പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളുടെ വികാരങ്ങൾക്കോ മെന്റൽ ഹെൽത്തിനോ താൻ പുല്ലുവില കൊടുക്കാൻ തയ്യാറാകില്ല എന്നർത്ഥം. എന്തായാലും ഇതെല്ലാം ശാരിക തന്നെ തുറന്ന് സമ്മതിച്ചല്ലോ, നല്ല കാര്യം. ബാക്കി പറഞ്ഞോട്ടെ. രേണുസുതി എന്തിനാണ് ശാരിക എന്ത് ഹോട്ട് സീറ്റും ആയിക്കോട്ടെ, നിങ്ങൾ അഹങ്കാരിയാണ്, നിങ്ങൾക്ക് എന്തൊരു ധാഷ്ടിയാണ്. പിന്നെ ശാരികയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോക്കുണ്ടല്ലേ പ്രോഗ്രാമിൽ നിന്ന്. ശാരിക തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടെന്ന്. ശാരിക തന്നെ ഇറങ്ങിപ്പോകുന്നു. ശാരിക എന്തിനാ ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത്? അത് ഒരു ചോദ്യമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യം തന്നെയാണ്. ഗസ്റ്റ് ആയിട്ടുള്ള പലരും ഇന്റർവ്യൂക്കിടെ ഇറങ്ങി പോകുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഷോയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു അവതാരിക ഉണ്ടെങ്കിൽ അത് ശാരിക മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത്. അതും ഈ കണ്ട് കുഴിച്ച് ചോദ്യങ്ങൾക്ക് ചോദിച്ചിട്ട് ഗസ്റ്റിനെ മാക്സിമം ഇടങ്ങാറാക്കിയിട്ട് ശരിക്കും ഗസ്റ്റ് ആണ് ഇറങ്ങി പോകേണ്ടതില്ലേ. എന്തായാലും ഇതിനുള്ള ശാരികയുടെ മറുപടി ഒന്ന് കേട്ടോക്കാം. ശാരിക എന്തിനാ ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നത്? ചില ഹോട്ട് സീറ്റിലും ചില ഗസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തെന്നിരിക്കാം. അപ്പൊ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോ. ഞാൻ ഷോർട്ട് അപ്പ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയിരിക്കും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശാരിക ചേച്ചി ഒരു കൽപ്പത്തിയാണെന്ന് അർത്ഥം. എന്നാലും ഹോട്ട് സീറ്റ് എന്നുള്ള ഒരു പരിപാടിയും വെച്ച് ഗസ്റ്റിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് സ്വയം പ്രൊവോക്കഡ് ആയി ഫ്രസ്ട്രേറ്റഡ് ആയി ഇറങ്ങി പോകേണ്ട ഗതികേടുകളൊന്നും ആലോചിച്ച് നോക്കി. എന്റെ ദൈവമേ, വേറെ ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരുത്തല്ലേ. ആ ഷോർട്ട് ടെമ്പേർഡ്നെസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ശാരികയുടെ പ്രോഗ്രാം അത് ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നാൽ പോരെ, ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അതെനിക്കിഷ്ടായി. ശാരിക ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഡോക്ടറെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ശാരിക ഡോക്ടർ ഗായത്രിയുടെ ക്ലിനിക്കിൽ പോയിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഡോക്ടറെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കേസല്ല. ബാക്കി കണ്ടാക്കാം. എനിക്ക് ഷോർട്ട് ടെമ്പേർഡ്നെസ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അത് നമുക്ക് തോന്നില്ല, മറ്റുള്ളവർക്ക് തോന്നുന്നു. ആരെയും മറ്റുള്ളവരാരാണ്? നിങ്ങൾ രേണുസുതിയോട് ചോദിച്ചില്ല. രേണുസുതി ഇറങ്ങി പോയില്ലല്ലോ ഷോയിൽ നിന്ന്. എന്റെ ഷോർട്ട് ടെമ്പേർഡ്നെസ് ശാരികയാണ് ഇറങ്ങി പോകുന്നത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കണം? നിങ്ങൾക്ക് എന്താ തലവേദന? ശാരിക ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സ്വന്തം പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? അതിന് മറുപടി എനിക്ക് ചെവി കേട്ടൂടെ? ഞാൻ മറുപടി പറഞ്ഞില്ലേ. ഞാൻ അല്ല ഈ സാധാരണ കടിക്കോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. കണ്ടിട്ട് എന്നെ പേടിയാവുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചൂടാവേണ്ട ആവശ്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാലും മൈൽസ്റ്റോൺ ബേക്കേഴ്സിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു കേട്ടോ. കറക്റ്റ് ആളെ തന്നെയാണ് ഹോട്ട് സീറ്റ് സെഗ്മെന്റിൽ അവതാരികയായിട്ട് നിയമിച്ചിട്ടുള്ളത്. ശാരികയുടെ മറ്റ് ക്വാളിഫിക്കേഷൻസ് ഒന്നും മൈൽസ്റ്റോൺ നോക്കിയിട്ടുണ്ടാവില്ല. സ്വഭാവം മാത്രം നോക്കി ജോലിക്ക് എടുത്തതാവാനാണ് സാധ്യത. ഇടയ്ക്കിടെ വിവാദവും കിട്ടും, റീച്ചും കിട്ടും. തെറി മുഴുവനും ശാരിക തന്നെ വാങ്ങുകയും ചെയ്യും. എങ്ങനെ നോക്കിയാലും മൈൽസ്റ്റോണിന് ലാഭം തന്നെ. ഇപ്പൊ അതായത് ശാരികനെ പിടിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെയും കുറെ പൈസ ഉണ്ടാക്കുന്നു. എന്തായാലും കൊള്ളാം. ബാക്കി നോക്കാം. ശാരിക ഇത്രയും നേരം സംസാരിക്കണേന് ശാരിക ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒച്ചയെടുത്ത് പേടിപ്പിച്ച് ഗസ്റ്റിനെ പേടിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ വല്ല എന്റെ ദംഷ്ടറുകൾ വല്ല ഇറങ്ങി വരുന്നത്? ഞാൻ വല്ല യക്ഷിയാണോ പേടിപ്പിക്കാൻ? എന്താണ് പേടിപ്പിക്കാൻ? ഇനിയിപ്പൊ അതിനും കൂടി കുറവുള്ളൂ. 2 ദംസ്റ്ററും കൂടി ഉണ്ടെങ്കിൽ അസലായി. ആളുകളെ പേടിപ്പിക്കാൻ അൺകംഫർട്ടബിൾ ആക്കാനും ദംസ്റ്ററുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് ശാരിക ആദ്യം മനസ്സിലാക്കണം. ശാരിക വെറുതെ ഇന്ന് 2 ചോദ്യം ചോദിച്ചാൽ മതി, ആളുകൾ പേടിച്ചോളൂ. അല്ലെങ്കിൽ ശാരികക്ക് എന്തിനാ ദംസ്റ്റർ, പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ടില്ലേ? ഇനി ശാരികന്റെ ഒരു മാരക അഭിനയുണ്ട് മക്കളെ, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. The way you are asking those questions, അവിടെയാണ് പ്രശ്നം വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ആൾക്കാർക്ക് അൺകംഫർട്ടബിൾ ആവുന്നു. അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവർ വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നതെന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. അതിന് എന്താ ശാരികയുടെ അഭിപ്രായം? എന്താണ്? ഹലോ ഡോക്ടർ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റാണ് ഡോക്ടറോട് ചെയ്ത്, ഈ നാട്ടുകാരോട് ചെയ്ത്? ഞാൻ എന്റെ ഷോ ഡിമാൻഡ് ചെയ്യുന്നു, പെർഫെക്റ്റ് ആകണം, ആ ഗസ്റ്റ് പ്രൊവോക്ഡ് ആകണം. ആ ഒരു ഉത്തരവാദിത്തം ഞാൻ വളരെ ഭംഗിയോട് എന്നെ ഏൽപ്പിച്ച ആൾക്കാരോട് ഭംഗിയോട് നിറവേറ്റി കൊടുത്തു. ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ? അതൊരു തെറ്റാണോ? എന്റെ ജോബ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു തെറ്റാണോ? അതിനപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിനെ 100% സാറ്റിസ്ഫൈഡും കംഫർട്ടും ആക്കിക്കൊണ്ടാണ് ആ ഷോ നടന്നു പോയത്. അതിന് ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി വധിക്കേണ്ട ആവശ്യമുണ്ടോ? ഹ്യൂമിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദിസ് ടു ഹാർട്ടിങ്. നിങ്ങളൊരു ഹ്യൂമൻ ബീങ് അല്ലേ? ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു ലേഡിയാണ്, ഞാനൊരു ആങ്കർ ആണെന്നൊരു പരിഗണന പോലും തരാതെ നിങ്ങൾ വളരെ പുച്ഛിച്ച് അട്ടഹസിച്ചുകൊണ്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എനിക്കിത് ഷോ അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തുടർന്ന് പോകാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി. ശാരിക കരയാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംസാരിച്ചത്? അയ്യേ, ആർക്കറിഞ്ഞ്? അത് നിങ്ങളുടെ തോന്നല. അതൊക്കെ എനിക്കറിയാം പോലും. അതിന് പുളിക്കും. ഞാൻ ക്യാമറ മുമ്പിൽ ഒരു കാലത്തും കരയാൻ പോകുന്നില്ല. ഇതാണ് പ്രശ്നം. പ്രശ്നം നിങ്ങൾക്ക് പുച്ഛിക്കാങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാം. നിങ്ങളുടെ ചിരി ആദ്യം നിർത്തും. എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ ചിരി. എന്താ ആക്ടിംഗ് ഇല്ലേ? മത്സ്യോന്റെ ഷോ ഡയറക്ടറെ കണ്ടുപിടിച്ചൊന്ന് ആദരിക്കണം. ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് ശാരികയുടെ മുന്നിലിരുത്തി ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ചില്ലറ ബ്രില്യൻസ് ഒന്നും പോരാ. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുകയില്ല. ഈ ആളെ പറ്റിപ്പ് പരിപാടി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഒക്കെ ഇല്ല. ഇതിപ്പോ വന്ന് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ ആയിട്ടുണ്ട്. രേണുവിന് പോസിറ്റീവ് വന്ന പോലെ ഈ ഇന്റർവ്യൂ പുറത്തു വരുന്നതോടെ ശാരികക്കും പോസിറ്റീവ് വരുമെന്നാണ് ഇവർ വിചാരിച്ചതെന്ന് തോന്നുന്നു. വെറുത്ത് കുട്ടിശങ്കരന് ഇപ്പൊ എനിക്ക് ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ ആളുകൾക്ക് ശാരികയോടുള്ള വെറുപ്പ് മാറുമെന്ന് വിചാരിച്ചു കാണും. ശാരിക ഒരു ബോൾഡ് ലേഡിയാണ്, നിലപാട് സിംഗമാണ് എന്നൊക്കെ ആളുകൾ
ആളുകൾ പറയുമെന്ന് വിചാരിച്ച് കാണണം. അതോ ഇനി കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുന്ന പോലെ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് കൂടി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? ആർക്കറിയാം. ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും സംഭവം ചീറ്റി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.